പാപത്താൽ എന്നിൽ വന്ന ശാപത്തിൻ്റെ കറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം അവൻ ആഭരണമായി നൽകി. നീതിയുടെ വസ്ത്രം അവൻ എനിക്ക് നൽകി തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനും ആകുന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, കുഞ്ഞപ്രായം മുതൽ ബാല്യപ്രായം മുതൽ ഞാനും നിങ്ങളുമൊക്കെ കുറ്റപ്പെടുത്തലുകൾ കേട്ടു വളർന്നവരാണ്. ഇപ്പോഴും നമ്മുടെ കാതുകളിൽ നമ്മൾ കേൾക്കുന്നത് ഇവിടെ ഒരു നീതിമാന്മാരുമില്ല, ആരും നീതിമാന്മാരില്ല, എല്ലാവരും കുഴപ്പക്കാരാണ്, എല്ലാവരും പ്രശ്നക്കാരാണ് എന്നുള്ള കേൾവികളാണ് നമ്മുടെ കാതുകളിൽ കൂടുതലും നമ്മൾ കേൾക്കുന്നത്. അവർ ശരിയല്ല, ഇവർ ശരിയല്ല, ആ പാസ്റ്റർ ശരിയല്ല, ആ ബ്രദർ ശരിയല്ല, ആ സിസ്റ്റർ ശരിയല്ല, ഇങ്ങനെ ഇവർ ശരിയല്ല, ആരും കൊള്ളില്ല, എല്ലാവരും കുഴപ്പക്കാരാണ് എന്നൊരു ധാരണയിൽ, ചിന്തയിൽ, കേൾവിയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യം, നമുക്കാരെയും അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയാത്ത മനോഭാവം. ഇവിടെയാണ് നാം ഒരു സത്യം തിരിച്ചറിയേണ്ടത്: ദൈവം അക്സെപ്റ്റ് ചെയ്തവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയണം. ദൈവം സ്വീകരിച്ചവരെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയണം. ദൈവം ഇഷ്ടപ്പെടുന്നത് നാം ഇഷ്ടപ്പെടുകയും ദൈവം വെറുക്കുന്നതിനെ നാം വെറുക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം അഥവാ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും പാപികളായിരുന്നു. പാപത്താൽ നമ്മിൽ ഒത്തിരി ശാപങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ശാപത്തിൻ്റെ പരിഹാരമായി, ആ പാപത്തിൻ്റെ പരിഹാരമായി ദൈവം തൻ്റെ പുത്രനെ, തൻ്റെ ഏകജാതനായ മകനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് യോഹന്നാൻ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലാണോ? നിങ്ങളെ യേശുവിന് അനുഗ്രഹമാക്കുവാൻ കഴിയും. നിങ്ങൾ പാപത്താൽ പിടിക്കപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളുടെ പാപത്തിൻ്റെ വസ്ത്രത്തെ അവൻ എടുത്തു മാറ്റി നീതിയുടെ വസ്ത്രത്തെ കർത്താവിന് നിങ്ങളിൽ ധരിപ്പിക്കാൻ കഴിയും. ഒന്ന് മാത്രം ചെയ്യുക: യേശു കർത്താവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുക. നിന്റെ കുടുംബത്തിൽ രക്ഷയുണ്ടാകുവാൻ, നിന്റെ ജീവിതം രക്ഷ പ്രാപിക്കുവാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപത്തിൻ്റെ വസ്ത്രത്തെ കർത്താവ് പൂർണ്ണമായി എടുത്തു മാറ്റി ശോഭിത നീതി വസ്ത്രം നിങ്ങൾക്ക് ആഭരണമായി അവൻ നൽകും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ പാപങ്ങളെ നിന്റെ രക്തത്താൽ കഴുകണമേ, അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തെ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു എന്ന ആ വാക്ക്, നിങ്ങൾ കൊണ്ട് പറയുന്ന ആ വാക്ക് യേശു സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന കർത്താവ് രണ്ട് കരങ്ങളും നീട്ടി ഇന്ന് നിങ്ങളെ കൈക്കൊള്ളുക.